സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലോഗോസ് ക്വിസിൻ്റെ മറ്റ് അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോവുക ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് 80 മാർക്ക് ഉറപ്പായിട്ടും നേടാൻ സഹായിക്കുന്ന 400 ചോദ്യങ്ങളാണ്. ഈ 400 ചോദ്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് POC തയ്യാറാക്കിയ ലോഗോസ് ക്വിസ് ഗൈഡിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും 80% മാർക്കുകൾ ചോദ്യങ്ങൾ വരിക ഈ 400 ചോദ്യങ്ങളിൽ നിന്നായിരിക്കും. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ബാക്ക്ഗ്രൗണ്ട് വോയിസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും എല്ലാവർക്കും വീഡിയോ വ്യക്തമായില്ല, ക്ലിയർ ആയില്ല എന്നൊക്കെ പരാതികൾ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നുകൂടി വ്യക്തമായിട്ട് ചെയ്യുക. അല്പം ദൈർഘ്യമേറിയ ഒരു വീഡിയോ ആണ്, പക്ഷേ നിങ്ങളിത് മുഴുവനായിട്ട് കാണാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഒരു മാർക്ക് കൂടി രേഖപ്പെടുത്തിയിട്ട് അവസാനം ഏകദേശം എത്രത്തോളം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം മാർക്ക് കിട്ടി അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാവുന്നതാണ്. തീർച്ചയായിട്ടും തിരുത്തലുകൾ നടത്തി വീണ്ടും പുതിയ വീഡിയോകൾ ഇറക്കുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്യുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ആശംസകൾ നേരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, വേശ്യാപുത്രനായിരുന്ന ന്യായാധിപൻ ആര്? ഉത്തരം ജഫ്ത. 2, ജഫ്തായുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം ഗിലെയാദ് ആയിരുന്നു അവൻ്റെ പിതാവ്. 3, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. 4, ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ചെന്ന് താമസിച്ച സ്ഥലമേത്? ഉത്തരം തോബ്. 5, ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നത് ആര്? ഉത്തരം ഒരു നീച സംഘം. 6, ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? ഉത്തരം സീഹോൻ. 7, ഇസ്രായേൽ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് അപേക്ഷിച്ചത് എന്ത്? ഉത്തരം നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകുവാൻ അനുവദിക്കണം. 8, തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം കാണിക്കാതിരുന്ന അമോര്യ രാജാവ്? ഉത്തരം സീഹോൻ. 9, ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചത് എവിടെ? ഉത്തരം യാഹാസിൽ. 10, ആരാണ് സീഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. 11, സീഹോനെയും അവന്റെ ജനത്തെയും തോൽപ്പിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏതു ദേശമാണ്? ഉത്തരം അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശം മുഴുവൻ. 12, തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയത് ആരാണ്? ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. 13, അമോന്യരുടെ ദൈവമാര്? ഉത്തരം കെമോഷ്. 14, മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രന്റെ പേരെന്ത്? ഉത്തരം ബാലാഖ്. 15, യുദ്ധത്തിനൊരുങ്ങി എഫ്രായിംകാർ എവിടേക്കാണ് ചെന്നത്? ഉത്തരം സഫോണിലേക്ക്. 16, അമോര്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ
നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട്? നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും. ജഫ്തായോട് ഇങ്ങനെ പറഞ്ഞത് ആര്? ഉത്തരം, എഫ്രായിംകാർ. 17. ആര് ആരോട് പറഞ്ഞു? ഞാനും എൻ്റെ ജനവും അമോന്യരുമായി വലിയ കലഹത്തിലായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല. ഉത്തരം, ജഫ്ത എഫ്രായിംകാരോട്. 18. എഫ്രായിംകാർ തന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ താൻ എങ്ങനെ അമോന്യർക്കെതിരെ ചേർന്നുവെന്നാണ് ജഫ്ത പറഞ്ഞത്? ഉത്തരം, തന്റെ ജീവൻ കയ്യിലെടുത്ത്. 19. ജഫ്ത ഗിലെയാദുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി യുദ്ധം ചെയ്തത് ആരോടാണ്? ഉത്തരം, എഫ്രായിമിനോട്. 20. ഗിലെയാദുകാർ എഫ്രായിംകാരെ തകർത്തു കളഞ്ഞതിന് കാരണമെന്ത്? ഉത്തരം, ഗിലെയാദുകാർ എഫ്രായിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായിംകാർ പറഞ്ഞു. 21. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ പിടിച്ചെടുത്തത് എന്ത്? ഉത്തരം, ജോർദാന്റെ കടവുകൾ. 22. എഫ്രായിമിൽ നിന്ന് ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ അവനോട് ഗിലെയാദുകാർ ചോദിക്കുന്നതെന്ത്? ഉത്തരം, നീ ഒരു എഫ്രായിംകാരനാണോ? 23. നീ ഒരു എഫ്രായിംകാരനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതായിരുന്നു? ഉത്തരം, ഷിബ്ബോലത്ത്. 24. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ബോലത്ത് എന്ന് പറയുന്നവനെ ഗിലെയാദുകാർ പിടിച്ച് കൊന്നിരുന്നത് എവിടെ വെച്ച്? ഉത്തരം, ജോർദാന്റെ കടവുകളിൽ വെച്ച്. 25. ഷിബ്ബോലത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രായിംകാർ എത്ര? ഉത്തരം, 40,000 എഫ്രായിംകാർ. 26. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം, 6 വർഷം. 27. ഗിലെയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം, സ്വന്തം പട്ടണമായ ഗിലെയാദ്. 28. ആരാണ് ജഫ്തയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം, ഇബ്സാൻ. 29. ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം, ബത്ലഹേംകാരൻ. 30. ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം, 7 വർഷം. 31. ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ഉത്തരം, ബത്ലഹേമിൽ. 32. ഇബ്സാന് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഉത്തരം, സെബൂലൂൻകാരനായ എലോൻ. 33. എലോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം, 10 വർഷം. 34. എലോനെ സംസ്കരിച്ചത് എവിടെയാണ്? ഉത്തരം, സെബൂലൂൻ ദേശത്ത് അയ്യാലോനിൽ. 35. എലോന് ശേഷം ആരാണ് ഇസ്രായേലിൽ ന്യായാധിപനായത്? ഉത്തരം, പിറഥൂന്യനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ. 36. അബ്ദോന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം, 40 പുത്രന്മാർ. 37. അബ്ദോന് എത്ര പൗത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം, 30 പൗത്രന്മാർ. 38. അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാനായി എത്ര കഴുതകൾ ഉണ്ടായിരുന്നു? ഉത്തരം, 70 കഴുതകൾ. 39. എത്ര വർഷം അബ്ദോൻ ഇസ്രായേലിൽ
ന്യായപാലനം നടത്തി? ഉത്തരം 8 വർഷം. 40. കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷത്തേക്ക്. 41. മനോവ എന്ന ആൾ താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം സോറായിൽ. 42. മനോവ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു? ഉത്തരം ദാൻ ഗോത്രം. 43. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. കർത്താവിന്റെ ദൂതൻ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം മനോവയുടെ ഭാര്യയോട്. 44. എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. 45. എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം അശുദ്ധമായതൊന്നും. 46. കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ച സാംസൺ എങ്ങനെയാണ് സിംഹത്തെ ചീന്തിക്കളഞ്ഞത്? ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ. 47. സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞ സാംസൺ എന്താണ് കണ്ടത്? ഉത്തരം സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. 48. എത്ര പേരെയാണ് ഫിലിസ്തർ സാംസന് തോഴരായി കൊടുത്തത്? ഉത്തരം 30 പേരെ. 49. തന്റെ കടങ്കഥയ്ക്ക് എത്ര ദിവസത്തിനകം ഉത്തരം പറയണമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം വിരുന്നിന്റെ 7 ദിവസത്തിനകം. 50. തന്റെ കടങ്കഥയ്ക്ക് വിരുന്നിന്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ സമ്മാനമായി എന്തു നൽകാമെന്നാണ് സാംസൺ തോഴരോട് പറഞ്ഞത്? ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. 50. 51. സാംസന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ തോഴർ സാംസന് നൽകേണ്ടത് എന്ത്? ഉത്തരം 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. 52. സാംസന്റെ കടങ്കഥ എന്തായിരുന്നു? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 53. എത്ര ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല എന്നാണ് ന്യായാധിപന്മാർ 14:14 കാണുന്നത്? ഉത്തരം 3 ദിവസമായിട്ടും. 54. സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കിയത് ആര്? ഉത്തരം ഫിലിസ്തീർ. 55. സാംസൺ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേര്? ഉത്തരം റാമാത്ത് ലേഹി. 56. എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ഉത്തരം 20 വർഷം. 57. സാംസൺ സോയിരിണിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ഉത്തരം ഗാസായിൽ വെച്ച്. 58. ഗാസ നിവാസികൾ സാംസനെ കൊല്ലുന്നതിനു വേണ്ടി രാത്രി മുഴുവൻ പതിയിരുന്നത് എവിടെ? ഉത്തരം പട്ടണ വാതിൽക്കൽ. 59. ഗാസായിൽ നിന്ന് സാംസൺ എവിടേക്കാണ് പോയത്? ഉത്തരം ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക്. 60. ദലീല താമസിച്ചിരുന്നത് എവിടെ? ഉത്തരം സൊറേക്ക് താഴ്വരയിൽ. 61. സാംസനെ വശീകരിക്കണമെന്ന് ദലീലായോട് ആവശ്യപ്പെട്ടത് ആര്? ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ. 62. സാംസന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും ഫിലിസ്തീനയുടെ നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ദലീലയ്ക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം? ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കന്മാർ ഓരോരുത്തരും 1100 വെള്ളി നാണയം വീതം. 63.
നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക എന്ന ദലീലായുടെ ചോദ്യത്തിന് സാംസൺ മറുപടി പറഞ്ഞത് എന്ത്? ഉത്തരം: ഉണങ്ങാത്ത പുതിയ 7 ഞാണ് കൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മനുഷ്യരെ പോലെയാകും. 64. സാംസനെ ബന്ധിക്കുന്നതിനു വേണ്ടി ആരാണ് ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നത്? ഉത്തരം: ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 65. മിക്ക പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങളാണ് എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചത്? ഉത്തരം: 200 വെള്ളി നാണയങ്ങൾ. 66. ലേവിൻ മിക്കായ്ക്ക് ആരെ പോലെ ആയിരുന്നു? ഉത്തരം: പുത്രനെ പോലെ. 67. ബത്ലഹേംകാരനായ ലേവ്യൻ മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കിയപ്പോൾ മിക്ക പറഞ്ഞതെന്ത്? ഉത്തരം: ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. 68. ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റുനോക്കുന്നതിന് അയച്ച 5 പേർ യാത്രാമധ്യേ എവിടെയാണ് താമസിച്ചത്? ഉത്തരം: മിക്കായുടെ വീട്ടിൽ. 69. ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത്? ഉത്തരം: യുവലേവിന്റെ ശബ്ദം. 70. ദേശം ഒറ്റുനോക്കുന്നതിന് പോയ 5 പേർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെ? ഉത്തരം: ലായിഷിൽ. 71. ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയിരുന്ന ആ 5 പേർ മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന യുവലേവിന്റെ അടുത്തു ചെന്ന് കുശലം ചോദിക്കുന്ന സമയത്ത് പടിവാതിക്കൽ നിന്നിരുന്നത് ആര്? ഉത്തരം: പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ. 72. ലേവിനോട് പിണങ്ങി യൂദായിലെ ബത്ലഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയ അവന്റെ ഉപനാരി എത്ര കാലമാണ് അവിടെ താമസിച്ചത്? ഉത്തരം: ഏകദേശം 4 മാസം. 73. അനുനയം പറഞ്ഞ് ഉപനാരിയെ തിരികെ കൊണ്ടുവരുവാൻ ഇറങ്ങി തിരിച്ച ലേവിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആര്? ഉത്തരം: ഒരു വേലക്കാരൻ. 74. ഉപനാരിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയ ലേവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര്? ഉത്തരം: യുവതിയുടെ പിതാവ്. 75. അമ്മായിപ്പൻ നിർബന്ധിച്ചതനുസരിച്ച് എത്ര ദിവസം ലേവിൻ അവിടെ താമസിച്ചുവെന്നാണ് ന്യായാധിപന്മാർ 19:4 കാണുന്നത്? ഉത്തരം: 3 ദിവസം. 76. അല്പം ആഹാരം കഴിച്ചു ക്ഷീണം തീർത്തു പോകാം. എത്രാം ദിവസം പ്രഭാതത്തിലാണ് യുവതിയുടെ പിതാവ് ലേവിനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: 4-ാം ദിവസം പ്രഭാതത്തിൽ. 77. ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക, വെയിലാറുന്നതുവരെ താമസിക്കുക. എത്ര ദിവസമാണ് യുവതിയുടെ പിതാവ് ലേവിനോട് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: 5-ാം ദിവസം. 78. ലേവിനും കൂട്ടരും വൃദ്ധന്റെ വീട്ടിൽ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ വീട് വളഞ്ഞ് വാതിൽക്കൽ ഇടിച്ചതാര്? ഉത്തരം: നഗരത്തിലെ ചില ആഭാസന്മാർ. 79. ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം ദൈവത്തോട് ആരാഞ്ഞത് എവിടെ വെച്ച്? ഉത്തരം: ബഥേലിൽ വെച്ച്. 80. ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം: യൂദാ. 81. യുദ്ധത്തിന്റെ 2-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബെയായിൽ നിന്നു വന്ന് എത്ര ഇസ്രായേൽക്കാരെ വധിച്ചു? ഉത്തരം: ഖണ്ഡധാരികളായ 18,000 ഇസ്രായേൽക്കാരെ. 82. എലയാസർ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം: അഹറോന്റെ. 83. മരുഭൂമിയിൽ റിമ്മോൻ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട 600 പേർ എത്ര നാൾ അവിടെ താമസിച്ചു? ഉത്തരം: 4 മാസം. 84. ഇസ്രായേൽക്കാർ എപ്പോൾ വരെയാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം: സായാഹ്നം വരെ.
85. ജനം കർത്താവിന് ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത്? ഉത്തരം ദഹന ബലികളും സമാധാന ബലികളും. 86. മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ സമ്മേളനത്തിന് സന്നിധരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു? ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്ന്. 87. ആരിൽ നിന്നാണ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന്. 88. ഇസ്രായേൽ എവിടേക്ക് പോയിരിക്കുന്നുവെന്നാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടത്? ഉത്തരം മിസ്പായിലേക്ക്. 89. ഇസ്രായേൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരവകാശം വേണമല്ലോ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 90. മുവാബിന്റെ അതിർത്തി ഏതാണ്? ഉത്തരം അർണോൺ. 91. തുറസായ സ്ഥലത്തിരുന്ന ലേവിന്റെ അടുക്കൽ വന്ന വൃദ്ധൻ ഏതു നാട്ടുകാരനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ. 92. മിക്ക ആരെ ഒന്നിച്ചു കൂട്ടിയാണ് ദാൻകാരെ പിന്തുടർന്നത്? ഉത്തരം അയൽവാസികളെ. 93. എവിടെയാണ് കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും പ്രതിഷ്ഠിച്ചത്? ഉത്തരം മിക്കായുടെ ഭവനത്തിൽ. 94. ഫിലിസ്തീനയുടെ ദേവൻ ആര്? ഉത്തരം ദാഗോൻ. 95. എൻഹക്കോർ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം അപേക്ഷിക്കുന്നവന്റെ ഉറവ. 96. ഏതു പട്ടണം കൊള്ളയടിച്ചാണ് സാംസൺ കടങ്കഥ പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തത്? ഉത്തരം അഷ്കലോൺ. 97. മനോവയുടെ പുത്രന്റെ പേരെന്ത്? ഉത്തരം സാംസൺ. 98. ഇബ്സാന് എത്ര പുത്രിമാർ ഉണ്ടായിരുന്നു? ഉത്തരം 30. 1. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? ഉത്തരം പാപികളുടെ പിൻതലമുറ. 2. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ. 3. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. 4. ആർക്ക് കഷ്ടമെന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? ഉത്തരം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. 5. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? ഉത്തരം അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. 6. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ഉത്തരം പൊടിയിൽ നിന്ന്. 7. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ഉത്തരം ദൈവഭയമില്ലാത്തവൻ. 8. പൂരിപ്പിക്കുക. ഡാഷ് മനുഷ്യൻ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകും. ഉത്തരങ്ങൾ ശരീരനാശത്തെ പ്രതി പാപികളുടെ. 9. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഉത്തരം സൽകീർത്തിയിൽ. 10. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത്? ഉത്തരം സൽകീർത്തി. 11. പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. ഉത്തരം സൽകീർത്തി.
12 പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഉത്തരം ഉപദേശങ്ങൾ പാലിച്ച്. 13 നിഷ്പ്രയോജനമായത് എന്തെല്ലാം? ഉത്തരം നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയും. 14 ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? ഉത്തരം വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. 15 ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ. 16 ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ. 17 ആരുടെ മുമ്പിൽ തെറ്റു ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ. 18 ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ. 19 ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ഉത്തരം സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ. 20 പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായത് എന്ത്? ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. 21 എന്തിന്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിന്റെയും വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. ഉത്തരം ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. 22 വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത്? ഉത്തരം കർത്താവിന്റെ പ്രവർത്തികൾ. 23 തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എന്ത്? ഉത്തരം സൂര്യൻ. 24 എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിന്റെ മഹത്വം. 25 കർത്താവിന്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? ഉത്തരം അവിടുത്തെ വിസ്മയനീയമായ പ്രവർത്തികൾ. 26 എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? ഉത്തരം പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. 27 കർത്താവ് ആഴിയുടെ അഗാധതയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നത് എന്ത്? ഉത്തരം അവയുടെ നിഗൂഢതകൾ. 28 കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിന്റെ സൂചനകൾ. 29 കർത്താവ് പ്രഖ്യാപിക്കുന്നത് എന്ത്? ഉത്തരം ഭൂതവും ഭാവിയും. 30 എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 31 പൂരിപ്പിക്കുക. ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല. ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഉത്തരങ്ങള് ഒരു ചിന്തയും ഒരു വാക്കും. 32 കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ. 33 അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര്? ഉത്തരം കർത്താവ്. 34 അവിടുത്തെ എത്ര ഡാഷ് അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്? ഉത്തരം പ്രവർത്തികൾ. 35 പൂരിപ്പിക്കുക. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു, സുധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു. ഉത്തരങ്ങള് ജീവിക്കുകയും വിശ്വസ്തത. 36 പൂരിപ്പിക്കുക. എല്ലാ വസ്തുക്കളും ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. 37 പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്, അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ഉത്തരങ്ങൾ
പൂരകമാണ് മഹത്വം. 38 പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗമേത്? ഉത്തരം നിയമാവർത്തനം 4:1. 39 പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗമേത്? ഉത്തരങ്ങൾ സുഭാഷിതം 15:11. 40 പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗമേത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 139 അധ്യായം 1 മുതൽ 4 വരെ. 41 ചൂട് കൊണ്ട് ദഹിക്കുന്നത് എന്ത്? ഉത്തരം പർവ്വതങ്ങൾ. 42 ചൂട് കൊണ്ട് വരളുന്നത് എന്ത്? ഉത്തരം മരുഭൂമി. 43 അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് എന്ത്? ഉത്തരം സസ്യങ്ങൾ. 44 എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത്? ഉത്തരം മൂടൽമഞ്ഞ്. 45 മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 46 പ്രഭാഷകൻ 43:23 അത്യുന്നതന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. 47 സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? ഉത്തരം സമുദ്ര സഞ്ചാരികൾ. 48 പൂരിപ്പിക്കുക അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. ഉത്തരങ്ങള് അത്ഭുതകരവുമായ സമുദ്ര സത്വങ്ങളും. 49 അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? ഉത്തരം സ്വന്തം ശക്തിയാൽ. 50 എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? ഉത്തരം അവിടുത്തെ വചനത്താൽ. 51 എല്ലാറ്റിന്റെയും സാരം എന്താണ്? ഉത്തരം എല്ലാറ്റിന്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവവും. 52 പൂരിപ്പിക്കുക അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? അവിടെ എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതമാണ്. ഉത്തരങ്ങള് പ്രകീർത്തിക്കാൻ സൃഷ്ടികളെയും കാൾ. 53 ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. 54 സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്. 55 ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ഉത്തരം ജനതകൾ. 56 മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര്? ഉത്തരം സമൂഹം. 57 കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര്? ഉത്തരം ഹെനോക്ക്. 58 ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പ്രഭാഷകൻ 44:16 കാണുന്നത്? ഉത്തരം ഹെനോക്ക്. 59 എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായിരിക്കുന്നത് ആര്? ഉത്തരം ഹെനോക്ക്. 60 തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം നോഹയെക്കുറിച്ച്. 61 വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ ആര്? ഉത്തരം നോഹ. 62 നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? ഉത്തരം മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന്. 63 അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര്? ഉത്തരം അബ്രാഹാം. 64 മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല, അവൻ ആര്? ഉത്തരം അബ്രാഹാം. 65 പൂരിപ്പിക്കുക അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു. ഉത്തരം അത്യുന്നതന്റെ നിയമം ഉടമ്പടിയിൽ. 66 സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര്? ഉത്തരം അബ്രാഹാം. 67 പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര്? ഉത്തരം അബ്രാഹാം. പൂരിപ്പിക്കുക യാക്കോബിന്റെ സന്തതികളിൽ കാരുണ്യവാനായ ഒരുവനെ ഡാഷ് ഉയർത്തി. ഉത്തരം
കർത്താവ്. 69 അവൻ ജനത്തിന് സുസമ്മതനായി, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ ആര്? ഉത്തരം മോശ. 70 കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ഉത്തരം ദൈവദൂതന്മാർക്ക്. 71 ശത്രുക്കൾക്ക് ഭയകാരണമാകാത്ത വിധം കർത്താവ് ശക്തനാക്കിയതാര്? ഉത്തരം മോശയെ. 72 ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത്? ഉത്തരം മോശ. 73 ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ. 74 കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത്? ഉത്തരം തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. 75 തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം കർത്താവ് നൽകിയത് ആർക്ക്? ഉത്തരം മോശയ്ക്ക്. 76 കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? ഉത്തരം വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 77 അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ? ഉത്തരം കർത്താവിന്റെ ക്രോധത്തിൽ. 78 പൂരിപ്പിക്കുക. യൂദാഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ഉത്തരം ജസയുടെ പുത്രൻ. 79 യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര്? ഉത്തരം നൂന്റെ പുത്രൻ ജോഷുവ. 80 അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നു. അവൻ ആര്? ഉത്തരം ജോഷുവ. 81 ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആര്? ഉത്തരം ജോഷുവ. 82 പൂരിപ്പിക്കുക. ഡാഷ് ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? ഉത്തരം നഗരങ്ങൾക്കെതിരെ. 83 ജോഷ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം കർത്താവിന് വേണ്ടി. 84 ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ഉത്തരം ജോഷുവയുടെ. 85 പൂരിപ്പിക്കുക. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? ഉത്തരം 2 ദിവസത്തെ. 86 പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ ഡാഷ് വിളിച്ചപേക്ഷിച്ചു. ഉത്തരം അത്യുന്നതനെ. 87 ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷയ്ക്ക് ഉത്തരമരുളിയത്? ഉത്തരം ശക്തമായ കന്മഴ അയച്ച്. 88 സാമുവേലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? ഉത്തരം നാഥാൻ. 89 എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ. 90 ദാവീദ് എന്തിനോട് കൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? ഉത്തരം കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ. 91 എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാടി കുട്ടികളോട് കൂടെ എന്ന പോലെ കളിയാടിയത്? ഉത്തരം കരടികളോട്. 92 ദാവീദ് യൗവനത്തിൽ കവണയിൽ കല്ലു ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഉത്തരം ഗോലിയാത്തിന്റെ. 93 ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ഉത്തരം ജനത്തിന്റെ അപമാനം. 94 പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിന്റെ വലതുകരം ശക്തമാക്കിയത്? ഉത്തരം തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. 95 എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? ഉത്തരം 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തി വിളിച്ചുകൊണ്ട്. 96 എന്തിന്റെ പ്രതിയാണ്
ജനം ദാവീദിനെ സ്തുതിച്ചത്? ഉത്തരം, കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. 97. ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ഉത്തരം, ചുറ്റുമുള്ള ശത്രുക്കളെ. 98. ദാവീദ് നശിപ്പിച്ചത് ആരെ? ഉത്തരം, എതിരാളികളായ ഫിലിസ്ത്യരെ. 99. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. അവർ ആര്? ഉത്തരം, ഫിലിസ്ത്യർ. 100. ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചതെങ്ങനെ? ഉത്തരം, തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച്. 101. ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ഉത്തരം, ദാവീദ്. 102. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാര്? ഉത്തരം, ഗായക സംഘത്തെ. 103. ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ഉത്തരം, ദാവീദ്. 104. ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ മുഖരിതമായത് എന്ത്? ഉത്തരം, വിശുദ്ധ സ്ഥലം. 105. ദാവീദിന്റെ പാപം നീക്കി കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര്? ഉത്തരം, കർത്താവ്. 106. ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ? ഉത്തരം, ഏലിയ. 107. ഏലിയ നാശത്തിലേക്ക് നയിച്ചത് ആരെ? ഉത്തരം, രാജാക്കന്മാരെ. 108. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആരെ? ഉത്തരം, പ്രസിദ്ധന്മാരെ. 109. ജീവിതകാലത്ത് അവൻ അധികാരിയുടെ മുമ്പിൽ ഭയന്ന് പറച്ചില്ല, ആരും അവനെ കീഴടക്കിയില്ല. അവൻ ആര്? ഉത്തരം, എലീഷ. 110. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു, അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. അവൻ ആര്? ഉത്തരം, യെശയ്യാ പ്രവാചകൻ. 111. ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? ഉത്തരം, കൊടുങ്കാറ്റ്. 112. ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? ഉത്തരം, നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. 113. വലത് കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, സെറുബാബേലിനെ കുറിച്ച്. 114. ആക്രമണം ചെറുക്കാൻ ശിമെയോൻ ചെയ്തതെന്ത്? ഉത്തരം, നഗരത്തിന് കോട്ട കെട്ടി. 115. ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ഉത്തരം, ശിമെയോൻ. 116. പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത്? ഉത്തരം, കർത്താവിന്റെ പ്രകാശം. 1. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? ഉത്തരം, അപ്പസ്തോലന്മാർ. 2. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കിമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു പറയുന്നത്? ഉത്തരം, കടുകുമണിയോളം. 3. ഒരു ഭൃത്യൻ ഒഴുകുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഉത്തരം, നീ ഉടനെ വന്ന് ഭക്ഷണത്തിരിക്കുക എന്ന്. 4. എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം, ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. 5. മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോട്?
ഉത്തരം ശിഷ്യരോട്. 6. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു? ഉത്തരം ദേവാലയത്തിലേക്ക്. 7. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഉത്തരം അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. 8. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ഉത്തരം ഫരിസേയൻ. 9. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതമെന്ത്? ഉത്തരം 2 പ്രാവശ്യം ഉപവസിക്കുന്നു. 10. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങളെന്ത്? ഉത്തരം ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. 11. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. 17. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. 13. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത് ആര്? ഉത്തരം ചുങ്കക്കാരൻ. 14. ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത്? തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 15. യേശു കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു? ഉത്തരം ശിശുക്കളെ. 16. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത്? ഉത്തരം ശിശുക്കളെ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. 17. തന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ഉത്തരം ശിശുക്കളെ കുറിച്ച്. 18. ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണിത് പറഞ്ഞത്? ഉത്തരം ശിഷ്യന്മാരോട്. 19. ദൈവരാജ്യം ആരെ പോലെ ഉള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ്. 20. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. 21. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? ഉത്തരം ധനികനായ ഒരു അധികാരി. 22. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത്? ഉത്തരം രക്ഷ. 23. ജെറീക്കോയിൽ വെച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യൻ ആര്? ഉത്തരം സഖേവൂസ്.
24 സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു? ഉത്തരം ജെറീകോ. 25 അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അവൻ ആര്? ഉത്തരം സക്കേവൂസ്. 26 ജെറീക്കോയിൽ വെച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികൻ ആര്? ഉത്തരം സക്കേവൂസ്. 27 സക്കേവൂസ് എന്ന പേരിന്റെ അർത്ഥമെന്ത്? ഉത്തരം നീതിമാൻ, ശുദ്ധൻ. 28 യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിന്റെ ജോലി എന്തായിരുന്നു? ഉത്തരം ചുങ്കം പിരിക്കൽ. 29 യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിനത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? ഉത്തരം പൊക്കം കുറവായിരുന്നതിനാൽ. 30 യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേര്? ഉത്തരം സിക്കമൂർ. 31 മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ആര്? മരമേത്? ഉത്തരം സക്കേവൂസ്, സിക്കമൂർ മരം. 32 ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം സക്കേവൂസിനോട്. 33 സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്ത് ചെയ്തു? ഉത്തരം അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. 34 ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. ആ പാപി ആര്? ഉത്തരം സക്കേവൂസ്. 35 ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആര് ആരെ പറ്റി പറഞ്ഞു? ഉത്തരം യഹൂദർ യേശുവിനെ പറ്റി. 36 യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. 37 തന്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം സ്വത്തിൽ പകുതി. 38 വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. 39 സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര്? ഉത്തരം സക്കേവൂസ്. 40 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? ഉത്തരം സക്കേവൂസിന്റെ. 41 സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? ഉത്തരം അബ്രാഹത്തിന്റെ പുത്രൻ. 42 ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യന്റെ പേര്? ഉത്തരം സക്കേവൂസ്. 43 യേശുവിന്റെ ജനന വാർത്ത അറിഞ്ഞ് ആട്ടിയിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര്? ഉത്തരം സക്കേവൂസ്. 44 മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 45 ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു സക്കേവൂസിനോട്. 46 ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയേത്? ഉത്തരം 10 നാണയത്തിന്റെ ഉപമ. 47
10 നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ഉത്തരം: ജെറുസലേമിന് സമീപത്ത്. 48. 10 നാണയത്തിന്റെ ഉപമ യേശു പറയുമ്പോൾ അതു കേട്ടുകൊണ്ടിരുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ഉത്തരം: ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. 49. അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: ചുറ്റും നിന്നിരുന്നവരോട്. 50. ആരിൽ നിന്ന് എടുക്കപ്പെടുമെന്നാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം: ഇല്ലാത്തവനിൽ നിന്ന്. 51. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമാണ്? ഉത്തരം: 10 നാണയത്തിന്റെ. 52. 10 നാണയത്തിന്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തന്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത്? ഉത്തരം: അദ്ദേഹത്തിന് മുമ്പിൽ വച്ച് കൊന്നുകളയണമെന്ന്. 53. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത്? ഉത്തരം: 10 നാണയത്തിന്റെ ഉപമ. 54. 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ഉത്തരം: ജെറുസലേമിലേക്കുള്ള യാത്ര. 55. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവുമലക്കരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? ഉത്തരം: ബേത്സ്ഫഗെ, ബെഥാനിയ. 56. ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത്? ഉത്തരം: 2 ശിഷ്യന്മാരെ. 57. യേശു വിലപിച്ചത് ഏതു പട്ടണത്തെ കണ്ടപ്പോഴാണ്? ഉത്തരം: ജെറുസലേം. 58. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്തായി തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: മൂലക്കല്ലായി. 59. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ കല്ലിന്മേൽ നിബദിക്കുന്നവന് എന്ത് സംഭവിക്കും? അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം: കല്ലിന്മേൽ നിബദിച്ചാൽ തകരും. കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ ധൂളിയാകും. 60. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? ഉത്തരം: സങ്കീർത്തനങ്ങള് 118 അധ്യായം 22 23 വാക്യങ്ങൾ. 61. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഉപമ ഏത്? അവർ ആര്? ഉത്തരം: മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ, പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. 62. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രവിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത്? ഉത്തരം: ജനങ്ങളെ. 63. യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത്? ഉത്തരം: നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 64. യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കുവാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത്? ഉത്തരം: ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. 65. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. പ്രകാരം യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം: നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 66. നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ
യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത്? ഉത്തരം: ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? 67. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയമെന്ത്? ഉത്തരം: ഒരു ധനാറ. 68. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദചാരന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ധനാറ് കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്ത് മനസ്സിലാക്കിയപ്പോഴാണ്? ഉത്തരം: അവരുടെ കൗശലം. 69. സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശു ആവശ്യപ്പെട്ടുകൊണ്ടുവന്ന നാണയത്തിൽ ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: സീസറിന്റെ. 70. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതം എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരം എന്തായിരുന്നു? ഉത്തരം: സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. 71. സീസറിനു നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത്? ഉത്തരം: മൗനം അവലംബിച്ചു. 72. നീതിമാന്മാരാണെന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വെച്ച് യേശുവിനെ വാക്കിൽ കുടുക്കാനാണ് സാധിക്കാതിരുന്നത്? ഉത്തരം: ജനങ്ങളുടെ. 73. പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഉത്തരം: സദൂക്കായർ. 74. ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യം എന്ത്? ഉത്തരം: സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ. 75. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് ആര്? ഉത്തരം: മോശ. 76. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സദൂക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിൽ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു? ഉത്തരം: 7 സഹോദരന്മാരുടെ. 77. വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ഈ യുഗത്തിന്റെ സന്താനങ്ങൾ. 78. അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആര് നിമിത്തം ശിഷ്യന്മാരെല്ലാവരും ദേഷിക്കുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: യേശുവിന്റെ നാമനിമിത്തം. 79. യേശുവിന്റെ നാമനിമിത്തം ശിഷ്യന്മാരെല്ലാവരും ദേഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോവുകയില്ല എന്നാണ് യേശു അറിയിക്കുന്നത്? ഉത്തരം: ഒരു തലമുടി ഇഴ പോലും. 80. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദായിലുള്ളവർ എന്ത് ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. 81. പെസഹ തിരുനാളിന്റെ മറ്റൊരു പേര്? ഉത്തരം: പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ. 82. യേശുവിനെ എങ്ങനെ വധിക്കാമെന്നതിനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം: പുരോഹിതന്മാരും നിയമജ്ഞരും. 83. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏത് സമയത്താണ്? ഉത്തരം: പെസഹ അടുത്തപ്പോൾ. 84. പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം: ജനങ്ങളെ. 85. സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? ഉത്തരം: യൂദാസ്. 86. 12 അപ്പസ്തോലന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത്? ഉത്തരം: യൂദാസിൽ. 87. യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റിക്കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 88. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതെന്ത്? ഉത്തരം: പണം.
89. എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ഉത്തരം: ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ. 90. പ്രേക്ഷിത ദൗത്യവുമായി ഐക്യപ്പെടുന്ന അപ്പസ്തോലൻ വാളില്ലാത്തവനെങ്കിൽ എന്ത് വിറ്റ് പോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: സ്വന്തം കുപ്പായം. 91. താൻ ആരോട് കൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നതെന്ന് യേശു പ്രഖ്യാപിച്ചത്? ഉത്തരം: നിയമ ലംഘകരോട് കൂടെ. 92. പൂരിപ്പിക്കുക. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ്. ഉത്തരം: പൂർത്തിയാകേണ്ടതാണ്. 93. വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ടെന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്? ഉത്തരം: 2 വാൾ. 94. പെസഹ ഭക്ഷിച്ചതിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഉത്തരം: ഒലിവ് മലയിലേക്ക്. 95. പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവ് മലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നത് ആര്? ഉത്തരം: ശിഷ്യന്മാർ. 96. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷിച്ചതിന് ശേഷം ഒലിവ് മലയിലെത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുളി ചെയ്ത വചനമെന്ത്? ഉത്തരം: നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. 97. ഗെത്സമേനയിലെത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം: ഒരു കല്ലേറ് ദൂരം. 98. ഗെത്സമേനയിലെത്തിയ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരി 98. ഗെത്സമേനയിലെത്തിയ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു? ഉത്തരം: മുട്ടിന്മേൽ വീണ്. 99. ഗെത്സമേനയിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ ഏതു സേവകന്റെ ഏതു ചെവിയായിരുന്നു ഛേദിച്ചു കളഞ്ഞത്? അത് യേശു സുഖപ്പെടുത്തിയത് എങ്ങനെ? ഉത്തരങ്ങള്: വലത്ത് ചെവി, ചെവി തൊട്ട്. 100. ഗെത്സമേനയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാ സുവിശേഷത്തിൽ ആരെല്ലാമായിരുന്നു? ഉത്തരം: പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. 101. ഗെത്സമേനയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? ഉത്തരം: വാളും വടിയും. 102. ആർക്കെതിരെന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവെന്നാണ് തനിക്കെതിരെ വന്നവരോട് യേശു ചോദിക്കുന്നത്? ഉത്തരം: കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ. 103. ഗെത്സമേനയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കുവാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്? ഉത്തരം: ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ. 104. പൂരിപ്പിക്കുക. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും. ഉത്തരം: അന്ധകാരത്തിന്റെ. 105. എന്നാൽ ഇതു നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും യേശുപ്രകാരം പറഞ്ഞത് ആരോട്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. 106. ഗെത്സമേനയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദന്മാർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം: പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക്. 107. നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്പസ്തോലനെ കണ്ടിട്ടാണ്? ഉത്തരം: പത്രോസിനെ. 108. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? ഉത്തരം: പീലാത്തോസ്. 109. യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? ഉത്തരം: 3 പ്രാവശ്യം. 110. യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് എന്ത്? ഉത്തരം: ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 111. യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ഉത്തരം: ബറാബാസ്.
112 പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനും ബറാബാസിനെ വിട്ടയക്കുവാനും തീരുമാനിച്ചതിന്റെ കാരണമെന്ത്? ഉത്തരം ജനക്കൂട്ടത്തിന്റെ നിർബന്ധം. 113 യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശ് ചുമക്കുവാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര്? ഉത്തരം ശിമയോൻ. 114 കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശ് ചുമന്ന് സഹായിച്ച ശിമയോൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം കിറേനക്കാരൻ. 115 യേശുവിന്റെ കുരിശിന്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ പോയിരുന്നവർ ആര്? ഉത്തരം സ്ത്രീകളുടെ സമൂഹം. 116 എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം എമ്മാവൂസിലേക്കുള്ള വഴി. 117 എമ്മാവൂസിലേക്ക് ഉദ്ധാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അതാര്? ഉത്തരം ക്ലെയോപാസ്. 118 യേശുവും എമ്മാവൂസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിലിരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത്? ഉത്തരം യേശു. 1 രക്ഷയുടെ സദ്വാർത്തയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സത്യത്തിന്റെ വചനത്തെ. 2 സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ്? ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 3 ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരം ആരാണ്? ഉത്തരം പരിശുദ്ധാത്മാവ്. 4 എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത്? ഉത്തരം പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. 5 തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത്? ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ. 6 പൂരിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും ഡാഷിന്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഉത്തരങ്ങൾ മഹത്വത്തിന്റെ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും. 7 സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര്? ഉത്തരം ദൈവം. 8 ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടെയാണ്? ഉത്തരം യേശുക്രിസ്തുവിനോട് കൂടെ. 9 യേശുക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ്? ഉത്തരം സ്വർഗത്തിൽ അവനോട് കൂടെ. 10 ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തിയത് എന്തിന്? ഉത്തരം അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ. 11 അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഏത്? ഉത്തരം രക്ഷ. 12 നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്നാണ് എഫേസുസ് 2:8 പൗലോസ് പറയുന്നത്? ഉത്തരം വിശ്വാസം വഴി കൃപയാൽ. 13 അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല.
പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം രക്ഷയെക്കുറിച്ച്. 14 നാം ആരുടെ കരവേലയാണ്? ഉത്തരം ദൈവത്തിന്റെ. 15 ദൈവത്തിന്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? ഉത്തരം നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായിട്ടാണ്. 16 ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ്? ഉത്തരം അപരിച്ഛേദിതർ എന്ന്. 17 ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ്? ഉത്തരം ക്രിസ്തുവിൽ. 18 ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടത് ആരാലാണ്? ഉത്തരം പരിശുദ്ധാത്മാവിനാൽ. 19 എഫേസോസ് 3:7 പ്രകാരം പൗലോസ് എന്തിന്റെ ശുശ്രൂഷകനാണ്? ഉത്തരം സുവിശേഷത്തിന്റെ. 20 ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത്? ഉത്തരം ദൈവത്തിന്റെ. 21 വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ക്രിസ്തു. 22 നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ്? ഉത്തരം ക്രിസ്തുവിന്റെ ദാനത്തിന്. 23 ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ്? ഉത്തരം അസംഖ്യം തടവുകാരെ. 24 മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആര്? ഉത്തരം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു. 25 ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസോസ് 4:27 കാണുന്നത്? ഉത്തരം സാത്താന്. 26 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 27 വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അജ്ഞത. 28 ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസുസുകാരെ ഉപദേശിക്കുന്നത്? ഉത്തരം വത്സല മക്കളെ പോലെ. 29 എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് 5:2 പൗലോസ് നൽകുന്നത്? ഉത്തരം സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം. 30 പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുക. ഉത്തരം ക്രിസ്തു. 31 സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ്? ഉത്തരം ക്രിസ്തുവിനെ. 32 ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? ഉത്തരം സുരബല കാഴ്ചയും ബലിയുമായി. 33 എഫേസോസ് 5:3 നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ എന്തെല്ലാമാണ്? ഉത്തരം വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം. 34 ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? ഉത്തരം വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ. 35 നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ്? ഉത്തരം മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും. 36 നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ്? ഉത്തരം കൃതജ്ഞതാ സ്തോത്രം. 37
കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ. 38. എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം പിതാവായ ദൈവത്തിന്. 39. പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ്? ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. 40. പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ്? ഉത്തരം ക്രിസ്തുവിനോട്. 41. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത്? ഉത്തരം പരസ്പരം വിധേയരായിരിക്കാൻ. 42. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം കർത്താവിന് എന്ന പോലെ. 43. ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സഭയെ. 44. സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശിരസ് ആരാണ്? ഉത്തരം ക്രിസ്തു. 45. ഭാര്യയുടെ ശിരസ് ആര്? ഉത്തരം ഭർത്താവ്. 46. സഭയാകുന്ന ശരീരത്തിന് രക്ഷകൻ ആര്? ഉത്തരം ക്രിസ്തു. 47. ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ്? ഉത്തരം സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ. 48. അവിവേകളെ പോലെയാകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത്? ഉത്തരം വിവേകികളെ പോലെ. 49. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത്? ഉത്തരം നീതിയുടെ. 50. പൂരിപ്പിക്കുക. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ. ഉത്തരം പാദരക്ഷകൾ. 51. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത്? ഉത്തരം വിശ്വാസത്തിന്റെ പരിച. 52. ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത്? ഉത്തരം രക്ഷയുടെ പടത്തൊപ്പി. 53. ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത്? ഉത്തരം ദൈവവചനം. 54. ഓരോരുത്തർക്കും സ്വതന്ത്രനെന്നോ അടിമയെന്നോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ്? ഉത്തരം കർത്താവിൽ നിന്ന്.